Hi students. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 22 സെക്കൻഡ് ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ഒന്നിച്ചാണ് നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, വായിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആദ്യം വായിക്കാം. ഇൻ ദ ടേബിൾ ബിലോ സം അരിത്തമെറ്റിക് സീക്വൻസ് ആർ ഗിവൺ ആൻഡ് 2 numbers against each. Check whether the numbers are terms of the respective sequence. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നേരത്തെ ചെയ്ത ആ ഒരൊറ്റ ക്വസ്റ്റ്യനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ടേബിളാക്കി അതങ്ങ് ചെയ്ത് കാണിക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് ചെയ്തു പോകാം. സീക്വൻസ് എല്ലാം തന്നിട്ടുണ്ട്, നമുക്ക് നമ്പേഴ്സൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് എസ് ഓർ നോ എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അപ്പം ഫസ്റ്റ് സീക്വൻസ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? നമുക്ക് ഇതിനെ 1 2 3 4 5 ഇതായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് സീക്വൻസ് നമുക്ക് എഴുതാം. എന്തുവാടാ? 11 22 33 എക്സെട്രാ പോകുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ അടുത്ത് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഈസ് 1 2 3 എ ടേം. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം 1 2 3 ഒരു ടേം ആണോ അല്ലയോ എന്നാണ് നമുക്ക് ആദ്യം എഴുതേണ്ടത്. ഓക്കെ, അപ്പം ഈസ് 1 2 3 എ ടേം. ഓക്കെ, അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ രണ്ട് സാധനം എപ്പോഴും വേണം. എന്തൊക്കെയാ? കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് ആദ്യം തന്നെ കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു എന്തുവാടാ? 22 മൈനസ് 11 എത്ര കിട്ടും? നമുക്ക് 11 തന്നെ കിട്ടും. ഇനി ഫസ്റ്റ് ടേം എ എന്ന് പറഞ്ഞാൽ എന്തുവാടാ? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 11 ആണ് അല്ലേ? 11 ആണ് ഫസ്റ്റ് ടേം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് കണ്ടുപിടിക്കാനുള്ളത് ഏതാണ്? ഇതൊരു ടേം ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതൊരു ടേം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം എ എൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 1 2 3. അപ്പം വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു വേർഡിൽ ഇതിനെ സാധനം സെറ്റ് ചെയ്ത് തരാം. എന്ന് വെച്ചാൽ ഒരു ഫോർമുല ഞാൻ വേർഡിൽ എഴുതി കാണിച്ചു തരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഗിവൺ ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ്. ഓക്കെ, കോമൺ ഡിഫറൻസ് ഇതാണ് നമ്മുടെ ആക്ച്വൽ ഫോർമുലാനെ നമ്മളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഗിവൺ ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ്, ഇതാണ് നമ്മുടെ ഫോർമുല. ഇങ്ങനെ പറഞ്ഞു വേണമെങ്കിൽ പഠിച്ചു വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഫോർമുല ആയിട്ട് എഴുതാം. ഇത് തന്നെയാണ് നമ്മുടെ മറ്റെല്ലാ ഫോർമുലാസും സെയിം തന്നെയാണ് കേട്ടോ. ഇത് ചാപ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെയിമാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്ത് ചെയ്യാം? നമുക്ക് ഇതിന് പകരം ഗിവൺ ടേമിന് പകരം നമുക്ക് വേണമെങ്കിൽ മറ്റേ ഫോർമുല എഴുതാം. എന്ത്? എ എൻ മൈനസ് എ ബൈ ഡി ആണ്. സിമ്പിൾ, ഇങ്ങനെ പഠിച്ചു വെച്ചാലും മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ റൂട്ട് ഫോർമുല, ഇതെല്ലാം വന്നത് ഏത് ഫോർമുലയ്ക്ക് എത്തുന്നാടാ? എ എൻ ഇസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി. അതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ എ എൻ ഇവിടെ എന്തുവാടാ? 1 2 3 മൈനസ് ഫസ്റ്റ് ടേം എന്തുവാ? 11 തന്നെയാണ് അല്ലേ? 11 ബൈ കോമൺ ഡിഫറൻസ് 11 തന്നെ. അപ്പോൾ മൈനസ് ചെയ്യാൻ നേരത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് 1 1 2 ഡിവൈഡഡ് ബൈ 11 എന്നാണ് കിട്ടുന്നത്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പോയിന്റ് ആൻസർ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ പോയിന്റ് ആൻസർ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നമുക്ക് ഇങ്ങനെ എഴുതാം. സോ ദെയർഫോർ 1 2 3 ഈസ് നോട്ട് എ ടേം. ഓക്കെ, ഇത്ര എഴുതാം. ഈ ഒരു ടേബിളാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്, അതിനകത്ത് നോന്നിട്ടാൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റനിൽ അല്ലെ, ഈ ഒരു സീക്വൻസിൽ തന്നെ 1 3 2 ആണ് അടുത്ത ഇത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ എഴുതാം. ഈസ് 1 3 2 എ ടേം ആണോ? നമുക്ക് കോമൺ ഡിഫറൻസ് മാറ്റമുണ്ടോ? ഫസ്റ്റ് ടേമിന് മാറ്റമുണ്ടോ? ഇല്ല. നമുക്ക് ഫോർമുല അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നമ്പർ മാത്രം നമ്മുടെ മാറും. എ എൻ മാത്രം മാറി. എ എൻ എന്തുവാടാ? 1 3 2 അല്ലേ? അപ്പോൾ ഇത് മാത്രമാണ് മാറിയേക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ഇട്ട് കൊടുക്കാം. നമുക്ക് എങ്ങനെ എഴുതാം? 1 3 2 മൈനസ് എ അല്ലേ? എ എന്ന് പറയുമ്പോൾ 11 ബൈ 11 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇത് 1 2 1 ബൈ 11 എന്ന് കിട്ടും. ഇത് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ആൻസർ 11 കിട്ടും. അപ്പോൾ 11 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദെയർഫോർ 1 3 2 അല്ലേ? ഒരു സെക്കൻഡ് സെഷൻ ആയതുകൊണ്ട് ഞാനിങ്ങനെ വരയ്ക്കാം. 1 3 2 ഈസ് എ ടേം ഓഫ് ദി അരിത്തമാറ്റിക് സീക്വൻസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയ ആൻസർ തീർക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇത് സെക്കൻഡ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനും നമുക്ക് ഒരേ ക്വസ്റ്റ്യനിൽ തന്നെ ചെയ്യാം. കാരണം ഇത് രണ്ടും കണ്ടിന്യൂവേഷൻസ്. അത് തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചടാ. തേർഡ് ആണോ? ഇൻ ദി ടേബിൾ എബോവ് ഫൈൻഡ് ദി പൊസിഷൻ ഓഫ് ദി നമ്പേഴ്സ് ദാറ്റ് ആർ ടേംസ് ഓഫ് ദി റെസ്പെക്റ്റീവ് സീക്വൻസ്. എന്ന് വെച്ചാൽ ഈ ടേബിളിൽ തന്നെ ഉള്ളതിനകത്ത് പൊസിഷൻ കണ്ടുപിടിക്കണം. ഈ നമ്പർ കിടക്കുന്നതിന്റെ പൊസിഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ആ ഒരു നമ്പർ ആ സീക്വൻസിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഉണ്ടെങ്കിൽ അത് ഏത് പൊസിഷനാണ് കിടക്കുന്നതും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ നമ്പർ ടേം അല്ല,
സോ നമുക്ക് പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പറ്റത്തില്ല. പക്ഷെ ഇതിനകത്ത് കണ്ടുപിടിക്കാം. പറ്റും. അപ്പോൾ പൊസിഷൻ എന്തുവാടാ? പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചായിരുന്നു. പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ശരിക്കും നമുക്ക് കിട്ടിയ ആൻസർ എത്രയാടാ? ഇതിനകത്ത് കിട്ടിയത് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ എത്രയാ? 11 ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്തുമായിരിക്കും എപ്പോഴും? n-1 ആണ് നമ്മുടെ 11 എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ നേരത്തെ ചെയ്തപ്പോഴത്തേക്കും അല്ലേ പറഞ്ഞു, നമ്മുടെ ആ ഫോർമുലയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഏത് ഫോർമുല? a പ്ലസ് n-1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞ ഫോർമുലയ്ക്കകത്ത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ എയും ഇതും എല്ലാം നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് എന്തുവാ? n-1 is equal to ആണ് 11. അപ്പം n-1 is equal to 11 ആണെങ്കിൽ നമുക്ക് n കണ്ടുപിടിക്കണം. അതാണ് പൊസിഷൻ. n കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? 11 ഈ പോസിറ്റീവ് 1 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ എന്താവും? പ്ലസ് 1 ആകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 12th ടേം ആയിരിക്കും അത് എന്തെന്ന് പറയുന്നത്? ആ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 11 അല്ല, ഏത് നമ്പർ? ഈ 132 എന്ന് പറയുന്നത് 12th ടേം ആയിരിക്കും. 12th പൊസിഷനിലായിരിക്കും എന്ത് വരുന്നത്? 132 വരുന്നത്. ഓക്കെ, അപ്പൊ A12 ആണ് എന്ത്? 132 എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കിപ്പോൾ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ തൊട്ട് മുമ്പത്തെ വീഡിയോയും കൂടെ കാണണം. അതിനകത്ത് ഞാൻ ഈ ഒരു ഒരു ഫോർമേഷനും കൂടെ പറയുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം ഈ ഒരു ക്വസ്റ്റൻ ഇച്ചിരി വലിയ ക്വസ്റ്റനാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതും കൂടെ കണ്ടിട്ട് വരിക. ഇച്ചിരി ചെറിയൊരു വീഡിയോ ആണത്, അത് കണ്ടിട്ട് നിങ്ങൾക്ക് നല്ലതായിട്ട് മനസ്സിലാവും അത്. ഓക്കെ, എങ്ങനെയാണ് ഞാൻ ഈ 3 കേസുകൾ ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സെറ്റ് അല്ലേ? അങ്ങനെയാണ് നമുക്ക് അടുത്ത പാർട്ട് ബിയിലേക്ക് പോവാം. എന്തുവാടാ നമുക്ക് വന്നേക്കുന്നത്? 12, 23, 34 അല്ലേ? ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? നമ്മുടെ അടുത്ത സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് നമ്മുടെ ഫസ്റ്റ് എ പാർട്ട് കണ്ടുപിടിക്കാനായിട്ട്, ബി പാർട്ട് കണ്ടുപിടിക്കണമെങ്കിലും സെയിം തന്നെ. നമുക്ക് ഡി ആദ്യം കണ്ടുപിടിക്കണം. ഡി എന്തുവാടാ? നമ്മുടെ സെക്കൻഡ് ടേം എന്തുവാ? 23 മൈനസ് 12 ചെയ്യണം അല്ലേ? അപ്പം നമുക്ക് ഡി കിട്ടും. ഇനി നമ്മുടെ എ എന്ന് പറഞ്ഞ എന്തുവാ പറഞ്ഞേ? 12 ആണ് അല്ലേ? ഉറപ്പാണ്, 12 തന്നെയാണ്. അപ്പം ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 11 തന്നെ കിട്ടും, ചേഞ്ച് ഇല്ല. ഡി അപ്പം സെയിം തന്നെ ഇവിടെ. എ എന്ന് പറയുന്നത് നമുക്ക് 12 കിട്ടി. നമ്മുടെ ചോദിച്ചിരിക്കുന്നത് 100 ഉണ്ട്, 1000 ഉണ്ട്. ഇത് രണ്ടുമാണ് ടേംസ് ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഈസ് 100 ടേം. അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്? ഈസ് 1000 ടേം. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഫോർമുല പറഞ്ഞാലോ? നമ്മുടെ ഫോർമുല എന്തുവരെ നമ്മൾ പറഞ്ഞേക്കുന്നത്? an മൈനസ് a ബൈ d. ഈ ഫോർമുല അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് അപ്ലൈ കൊടുക്കാം. an എന്ന് പറഞ്ഞാൽ എന്തുവായിരുന്നു? an എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേസിൽ 100 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 100 മൈനസ് 12 ബൈ 11 അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എത്ര കിട്ടൂടാ? 100 മൈനസ് 12 എന്ന് പറഞ്ഞാൽ നമുക്ക് 88 കിട്ടും. 88 ബൈ 11 എന്ന് പറഞ്ഞാൽ നമുക്ക് 8 കിട്ടും. അപ്പം ഡിവൈഡ് ചെയ്യാൻ പറ്റിയെങ്കിൽ തന്നെ നമ്മൾ എന്ത് എഴുതുക? therefore 100 is a term. ഇനി തേർഡ് ക്വസ്റ്റിൻ്റെ പാർട്ടിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ഇതാണ് പൊസിഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? പൊസിഷൻ ഇസ് ഈക്വൽ ടു എന്തുമായിരിക്കും? 8 പ്ലസ് 1. അപ്പോൾ എന്തുവാ? 9th ടേം ആയിരിക്കും ഇതിൻ്റെ പൊസിഷൻ. ഇത്രയും ചെയ്താൽ തേർഡ് ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടി അല്ലേ? നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസ് 1000 എ ടേം നമുക്ക് കണ്ടുപിടിച്ചാലോ? പെട്ടെന്ന് തന്നെ ഇപ്പം ചെയ്ത പോലെ തന്നെ അല്ലേ? ഇതിൻ്റെ ഫോർമുലയൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ 1000 മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ? മൈനസ് 12 ബൈ 11 അല്ലേ? ജസ്റ്റ് 100ന് പകരം 1000 ആക്കിയെന്ന് മാത്രം ഈ നമ്പർ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും കിട്ടുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 988 ബൈ 11 എന്നാണ്. പക്ഷേ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പോയിന്റ് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നോട്ട് എ മൾട്ടിപ്പിൾ. അപ്പം എന്തെഴുതാം? therefore 1000 is not the term of the arithmetic sequence. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തില്ല? അതിനകത്ത് പൊസിഷനും ഇല്ല. നമുക്ക് എന്തെഴുതാം അല്ലേ? ഇറ്റ് ഈസ് നോട്ട് എ ടേം ഓഫ് ദിസ് arithmetic sequence. there is no position for that അല്ലേ? അപ്പോൾ അത് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തേർഡ് സീക്വൻസിലേക്ക് പോവാം. തേർഡ് സീക്വൻസ് എന്തുവാടാ? 21 32 43 എക്സെട്രാ പോകുന്നു. അതിനപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാടാ? 32 മൈനസ് 21 അല്ലേ? അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്തുവാ? 21. ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 11 തന്നെ കിട്ടും, മാറ്റമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡിഫറൻസ് എല്ലാം സെയിം തന്നെയാണെന്ന് തോന്നുന്നു ഈ ക്വസ്റ്റൻസിലെല്ലാം അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോർമുല ചെയ്യാം. അപ്പോൾ പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളുടെ എല്ലായിടത്തും പറയാനുള്ളത്, നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളൊരു ഫോർമുല ഉണ്ടായിരുന്നല്ലേ നമുക്ക്?
ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല ഉണ്ട്. അതേതാ? കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിഫറൻസ്. ഓ അതോ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ? ഉറപ്പല്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്നത് ഈ ഫോർമുലകത്ത് നിന്ന് വരുന്ന ഒരു പാർട്ടാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റ് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് മാത്രം. ജസ്റ്റ് ഒന്ന് നോക്കിയേ. പൊസിഷണൽ ഡിഫറൻസിനെ കോമൺ ഡിഫറൻസിലേക്കും കോമൺ ഡിഫറൻസിനെ പൊസിഷണൽ ഡിഫറൻസിലേക്കും ഇൻ്റർചേഞ്ച് ചെയ്യുവാണ്. നോക്കിയേ. അപ്പോൾ നമ്മുടെ ഫോർമുല എന്ത് വന്നു? പൊസിഷണൽ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ബൈ കോമൺ ഡിഫറൻസ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കടാ. ടേം ഡിഫറൻസ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? എക്സ് എൻ മൈനസ് എക്സ്, അല്ലെങ്കിൽ നമ്മൾ പറയാം എ എൻ മൈനസ് എ എന്നൊക്കെ പറയുന്നത് എന്തുവാ? നമ്മുടെ ടേം ഡിഫറൻസ് ആണ്. ടേം തമ്മിൽ മൈനസ് ചെയ്ത് നോക്കുമല്ലേ നമ്മൾ? നോക്കിയേ. ഇപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് വന്നേക്കുന്ന രണ്ട് എന്തൊക്കെയാണ് ടേംസ് ചോദിച്ചിരിക്കുന്നത്? ക്വസ്റ്റൻ എന്ത് വേണം? ഈസ് 100 അല്ലേ? ഇതിനകത്ത് 100 എ ടേം. അതുപോലെ തന്നെ ഈസ് 1000 എ ടേം എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയടാ. ജസ്റ്റ് നിങ്ങളിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പഠിച്ചേക്കുന്ന ഈ സാധനം തന്നെയാണ് അല്ലേ? നമ്മൾ എന്ത് ചെയ്യുന്നു? എ എൻ എഴുതുന്നു. എ എൻ എന്ന് പറഞ്ഞൊരു ടേം ആണ്. മൈനസ് എ, അതും അടുത്ത ടേം ആണ്. ടേം ഡിഫറൻസ് അല്ലേ നമ്മൾ ചെയ്യുന്നത്? ബൈ കോമൺ ഡിഫറൻസ് ബൈ ഡി കോമൺ ഡിഫറൻസ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഏത് ഫോർമുല തന്നെയാ? നമ്മുടെ ഈ ഫോർമുല തന്നെ അങ്ങ് നമ്മളൊന്ന് തിരിച്ചും മറിച്ച് വിട്ടെന്ന് മാത്രം. പക്ഷേ ഈ ഫോർമുല വന്ന എവിടെ നിന്നാണ്? എ എൻ ഇസിക്കൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞ ഫോർമുല നടത്തുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പഠിക്കുന്നത് മാത്രം. ഓക്കെ. അപ്പോൾ ഈ ഫോർമുല വെച്ച് ഈ ഫോർമുല പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ പൊസിഷൻ ഡിഫറൻസ് കിട്ടും. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ആ പൊസിഷൻ ഉണ്ടോ ഇല്ലോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഫോർമുല എടുത്ത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഓക്കെ. സോ നമുക്ക് പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ വരുവാടാ? ഇതിനകത്ത് എ എൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? 100 തന്നെയാണല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 100 മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്തുവാ? 21 ബൈ ഡി എന്ന് പറഞ്ഞാൽ എന്തുവാ? 11. 100 മൈനസ് 21 ചെയ്ത് നോക്കിയേ. എത്ര കിട്ടും? 79 ബൈ 11 എന്ന് കിട്ടും. 79 എന്ന് പറയുന്നത് നമുക്ക് 11 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? നമുക്ക് 11 ടേബിൾ പെട്ടെന്നാണ് പഠിക്കാനായിട്ട് അല്ലേ? 11, 22, 33 അങ്ങനെ പോകുന്നതാണ്. സെയിം നമ്പേഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അല്ലേ 77 ആണെങ്കിൽ പറ്റും, 79 ആണെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നോട്ട് എ ടേം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് നോക്കിയാലോ. ഇതെന്ന് പറയുമ്പോൾ 100 വരാൻ 1000 മൈനസ് 21 ബൈ 11. ഇത് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ? നമുക്ക് മൈനസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയാണ് ഒരു ആൻസർ കിട്ടുന്നത്. ഇങ്ങനെ കിട്ടിയത് കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്തും കൂടെ നോക്കാം. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പാറ്റേൺ ഉണ്ട്. അതായത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസറും കിട്ടും. എത്രയാണ്? 89 എന്ന് പറഞ്ഞൊരു ആൻസർ കിട്ടും. ഓക്കെ. അപ്പോൾ 89 കിട്ടി. 89 കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഡിവൈഡ് ചെയ്യാൻ പറ്റി അല്ലേ? ഡിവൈഡ് ചെയ്യാൻ പോയിന്റ് ഇല്ലാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റി. സോ നമുക്ക് എന്ത് പറയും? ദെയർഫോർ 1000 ഈസ് എ ടേം അല്ലേ? ഇവിടെ 100 ഇല്ല, 1000 ടേം ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? അപ്പം പൊസിഷൻ കണ്ടുപിടിക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? n is equal to 89 ഈ നമ്പർ അല്ലേ? 89 പ്ലസ് 1 is equal to എന്തുവാ? 90th ടേം ആയിരിക്കും നമ്മുടെ പൊസിഷൻ. ഓക്കെ. ശരി അല്ലേ? അങ്ങനെയാണെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്തുവാടാ? ഈ ഒരു ക്വസ്റ്റ്യനാണ് ചെറിയൊരു പ്രശ്നമുള്ളത്. നമുക്ക് ഫ്രാക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തുടങ്ങുവാണ് അല്ലേ? അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളപ്പം വൃത്തിയായിട്ട് ഫ്രാക്ഷൻസ് സോൾവ് ചെയ്യാനായിട്ട് വൃത്തിയായിട്ട് പഠിക്കാം. നമുക്കപ്പോൾ പതുക്കെ ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾ ബുക്ക് എടുത്തുകൊണ്ട് വരാൻ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ എന്തുവാടാ? വൃത്തിയായിട്ട് പറഞ്ഞേ. 1/4 1/4 1/2 1/2 3/4 ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് ആദ്യം കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു 1/2 സെക്കൻഡ് ടേം മൈനസ് 1/4 ഫസ്റ്റ് ടേം. നോക്കിയാടാ, ഡിനോമിനേറ്റർ സെയിം അല്ല. ഈ കേസിൽ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പോൾ ഈ 2ൻ്റെ ഇവിടേക്ക് ഞാനിവിടെ 2 ഇൻറ്റു ചെയ്ത് കൊടുക്കും. അപ്പോൾ 4 ആയില്ലേ? അപ്പോൾ ഡിനോമിനേറ്റർ സെയിം ആയി. ഡിനോമിനേറ്റർ സെയിം ആയാൽ മാത്രമേ മൈനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലോട്ട് പഠിക്കുന്ന മറക്കല്ലേ കേട്ടോ കുഞ്ഞുങ്ങളെ. ഇത് നോക്കിയേ, ഇവിടെ 2 ഇൻറ്റു ആണ്, ഇവിടെ 2 തന്നെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2/4 മൈനസ് 1/4 എന്ന് കിട്ടി. കണ്ടോ, ഡിനോമിനേറ്റർ ഇപ്പോൾ സെയിം ആയി. ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ മൈനസ് ചെയ്ത് വെക്കരുത്. ഇവിടെ 4 എഴുതണം, കോമൺ ആയിട്ട് ഇടണം, മേള് മാത്രം മൈനസ് ചെയ്യണം. അപ്പോൾ 1/4 എന്നാണ് നമുക്ക് ഡിഫറൻസ് കിട്ടിയത്. എ എന്ത് തന്നെയാടാ? 1/4 തന്നെയല്ലേ, മാറ്റമില്ല, രണ്ടും സെയിം തന്നെയാണ് അല്ലേ. എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ, മറക്കല്ലേ. അപ്പോൾ ഇനി നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തുവാടാ? 3ഉം 4ഉം. ഈസ് 3 a term 4 a term. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. ഈസ് 3, ഞാൻ ഐ 2 പ്രാവശ്യം ഇങ്ങനെ എഴുതും. ഓക്കെ ഫൈൻ. ഈസ് ഐ എസ് ഈസ് 3 a term.
നോക്കിയടാ, നമുക്ക് ആദ്യം ഇത് ചെയ്യാം. കുറച്ച് ഫ്രാക്ഷൻ ആയതുകൊണ്ട് കുറച്ച് വലിയ സാധനമാണ്. നമുക്ക് ഫോർമുല അറിയാമല്ലോ, എന്തുവാ? എൻ മൈനസ് എ ബൈ ഡി. ഓക്കെ, എൻ എന്ന് പറയുമ്പോൾ ഇവിടെ 3 ആണല്ലേ. അപ്പം 3 മൈനസ് എ എന്ന് പറയുമ്പോൾ എന്തുവാടാ? 1/4 ബൈ 1/4. ഓക്കെ, ചെയ്യാം. അപ്പം ഇവിടെ ഇതുപോലെ തന്നെ 3 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 1/4 വെച്ച് മൈനസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ അടിയിലൊരു 1 ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ 4 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ മേളിലും 4 ഇൻറ്റു ചെയ്ത് കൊടുത്ത് ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പോൾ നമുക്ക് എന്താ കിട്ടൂടാ? 3 ഇൻറ്റു 4 എത്രയാ? 12/4 മൈനസ് 1/4 ഡിവൈഡഡ് ബൈ 1/4 എന്ന് കിട്ടും. ഇനി ഇത് രണ്ടും കൂടെ തമ്മിൽ അങ്ങ് മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 11/4 ബൈ 1/4 എന്ന് കിട്ടും. ഇത് നോക്കിയടാ, 11/4 ബൈ 1/4 കുറേ ബൈ ഉണ്ടല്ലേ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇങ്ങനെ ഇത്രയും ഇതൊരു 2 ഒരു ഗ്രൂപ്പാണ് അല്ലേ. ഈ 2 ഗ്രൂപ്പായി കഴിഞ്ഞിട്ട് ഈ അടിയിലോട്ട് വരുന്നതിന് നമ്മൾ നേരെ തിരിച്ച് മേലോട്ട് ഇടുക. അപ്പം എങ്ങനെ വരുവാടാ? നമുക്ക് 11/4 ഇൻറ്റു 4/1 എന്ന് വരും. നേരെ തിരിച്ച് തലകുത്തി പറഞ്ഞു. അപ്പം നോക്കിയടാ, 4ഉം 4ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യാം. അപ്പം നമുക്ക് എത്ര കിട്ടും? 11/1, അതായത് 11 എന്ന് ആൻസർ കിട്ടി. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ഡിവിഷൻ ചെയ്യുന്നത് ഇത് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കാം, ഡിവിഷൻ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ നമുക്ക് 11 ആൻസർ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 11 അല്ല, ഡിവൈഡ് ചെയ്യാൻ പറ്റി. സോ ഡിവൈഡ് ചെയ്യാൻ പറ്റി, പോസിബിളായി നമുക്കൊരു നാച്ചുറൽ നമ്പർ ആൻസർ ആയിട്ട് കിട്ടിയെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മൾ ഇസേർട്ട് ആവും അല്ലേ. അപ്പോൾ നമുക്ക് അപ്പം തന്നെ എഴുതാമല്ലോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? therefore 3 is a term of the arithmetic sequence എന്ന് ബാക്കി എഴുതുക. ഇനി നമുക്ക് അല്ലെ തേർഡ് ക്വസ്റ്റിന്റെ അല്ലെ ഒരു ബാലൻസ് കിടപ്പുണ്ടല്ലോ, അത് നമുക്ക് ജസ്റ്റ് എഴുതി വെക്കാം. എങ്ങനെ എഴുതാം? ഇത് 11 ആയിരുന്നു നമ്മുടെ ആൻസർ കിട്ടിയത്. സോ നമുക്ക് എന്ത് എഴുതാം? പൊസിഷൻ എന്തുവാ? 11 പ്ലസ് 1 ചെയ്യുക, അത്രേ ഉള്ളൂ. എത്രയാ? 12th ടേം ആയിരിക്കും. സെറ്റ് അല്ലേ? അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ. നമുക്ക് ഏതാ ചെയ്യാനുള്ളത്? ഈ ഒരു പാർട്ടിൽ തന്നെ നമുക്ക് എന്തുവാ? ഈസ് 4 a ടേം ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇതൊന്ന് നിങ്ങൾ ബുക്കിലേക്ക് എഴുതിയെടുക്കുക കേട്ടോ. ഞാൻ ഇതൊന്ന് ജസ്റ്റ് റബ് ചെയ്യുവാണ്. എന്നിട്ട് നമുക്ക് 4ഉം കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. സെയിം രീതിയിൽ തന്നെയാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം 3ക്ക് പകരം 4, ജസ്റ്റ് ഇത് മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. ഓക്കെ, നിങ്ങളുടെ ബുക്ക് കൃത്യമായിട്ട് എഴുതണം കേട്ടോ ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ഒന്നുകൂടെ ഒക്കെ ചെയ്ത് നോക്കണം. അപ്പോൾ 4 ടേം ആണോ? എങ്ങനെയാണ് നോക്കണ്ടേ? സെയിം തന്നെ അല്ലേ. നമ്മുടെ ഫോമുല എന്തുവായിരുന്നു? an is equal to ഏതാ ഫോമുല? ഓക്കെ, an മൈനസ് a ബൈ d. ഓക്കെ, എനിക്ക് തെറ്റിയല്ലേ, കുഴപ്പമില്ല. നിങ്ങൾ വൃത്തിയായിട്ട് പറഞ്ഞു നോക്കാം, മറക്കരുത്. ഓക്കെ, an എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത്ര ഇവിടെ നമുക്ക് 4 ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ. a എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 4 മൈനസ് 1/4 ബൈ 1/4 നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ നമുക്ക് 4ന്റെ അടിയിൽ 1 ഇട്ട് കൊടുക്കാം. ഇതും 4 വെച്ച് ഇൻറ്റു ചെയ്യാം. 4 ഇൻറ്റു 4 എത്രയാ? 16/4 മൈനസ് 1/4 ബൈ 1/4. ഇനി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15/4 ബൈ 1/4. ഇനി ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ, ഇത് തിരിച്ചിടണം. ഇതിനെ അവിടെ നിർത്തിക്കൊണ്ട് അടിയിലത്തെ സാധനത്തിന് തിരിച്ചിടുക. അപ്പൊ എന്താവും? 15/4 ഇൻറ്റു 4/1. 4 ക്യാൻസൽ ചെയ്യുക, എന്ത് കിട്ടും? 15/1 = 15 എന്ന് ആൻസർ കിട്ടി. അപ്പൊ ഡിവൈഡ് ചെയ്ത് ആൻസർ കിട്ടി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? therefore 4 is a term. ഇനി നമുക്ക് മറ്റേ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? പൊസിഷൻ അല്ലേ. പൊസിഷൻ = എന്തുവാ? 15 പ്ലസ് 1 = എന്തുവാ? 16th ടേം. ഓക്കെ അല്ലേ? അങ്ങനെയാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തുവാടാ? 3/4 1 1/4 1/2 2 1/4. ഈ ക്വസ്റ്റിനകത്ത് നമ്മൾ നേരത്തെ ഇതുപോലെയല്ല, മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെയായിരുന്നടാ? നമ്മുടെ മൈനസ് ചെയ്യാം. സോ നമുക്ക് കോമൺ ഡിഫറൻസ് അല്ലേ. കോമൺ ഡിഫറൻസ് എത്ര? d = എങ്ങനെയാടാ? 1/2 മൈനസ് 3/4. ഇനി മിക്സഡ് ഫ്രാക്ഷൻ ഒന്ന് ആലോചിച്ചാൽ മതി. നീ ഒരു സാധനം വരുവാണെങ്കിൽ ഇങ്ങോട്ട് ആദ്യം മൾട്ടിപ്ലൈ പിന്നെ പ്ലസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 2 × 1 + 1/2 മൈനസ് 3/4 എന്ന് വരും. ഓക്കെ, ഒന്ന് സോൾവ് ചെയ്താലോ പെട്ടെന്ന് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാ? 2 × 1 + 1 എത്രയാ? 3/2 മൈനസ് 3/4. ഇതിനകത്തും ഡിനോമിനേറ്റർ സെയിം ആക്കണം. സോ ഇവിടെ ഇൻറ്റു 2 ഇൻറ്റു കൊടുത്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6/4 മൈനസ് 3/4 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 3/4 തന്നെ കിട്ടുമല്ലേ. അപ്പോൾ d എന്ന് പറയുന്നത് 3/4 കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എയും എത്ര തന്നെയാണ്? a = 3/4 തന്നെയാണ് അല്ലേ. സെയിം തന്നെയാണ്. എക്ക് ഫസ്റ്റ് ടൈമിന് മാറ്റമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇതിനകത്തും 3ഉം 4ഉം ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ ഈസ് 3 ടേം
ആണോ? ചെക്ക് ചെയ്യാം. എന്ത് ചെയ്യാം? ഫോർമുല എന്തുവാ? an മൈനസ് a ബൈ d. an എന്ന് പറയുന്നത് 3 ആണ്. 3 മൈനസ് 3/4 ബൈ 3/4. ഈ 4 അടിയിലേക്കും വരണം, അതുകൊണ്ട് നമുക്ക് 4 വെച്ച് ഇൻഡ് ചെയ്യാം, മേളിലും 4 വെച്ച് ഇൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 12/4 മൈനസ് 3/4 ബൈ 3/4 എന്ന് വരും. ഇനി മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 മൈനസ് 3. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 9/4 ബൈ 3/4. അപ്പം ഈ 3/4 നമുക്ക് തലതിരിച്ചിടാം. സോ 9/4 ഇൻറ്റു 4/3 എന്ന് വരും. ഈ 3 3 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടും 4 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് 9/3 എന്ന് കിട്ടും. 9/3 ഡിവൈഡ് ചെയ്ത് നമുക്ക് 3 അല്ലേ കിട്ടുന്നത്. അപ്പോൾ 3 ആൻസർ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ 3 എന്ന് പറയുന്നതും ഒരു ടേം ആണ്. നമുക്ക് ആൻസർ കിട്ടിയത് 3 തന്നെയാണ്. അപ്പോൾ പൊസിഷൻ കണ്ടുപിടിക്കാമല്ലോ. പൊസിഷൻ എന്തുമായിരിക്കും? പൊസിഷൻ ഇസ് ഈക്വൽ ടു 3 + 1 എന്ന് പറയുമ്പോൾ 4th ടേം ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് പോവാം. പെട്ടെന്ന് പോവാം. എങ്ങനെയാടാ? നമുക്ക് 4 ടേം അല്ലെ, ഈ 4 ടേം നോക്കാം. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് മൈനസ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് ഓക്കെ ലാസ്റ്റ് ഇതിലേക്ക് പോവാണ്. നമുക്ക് 3ക്ക് പകരം 4 ഇടാം അല്ലേ? 3ക്ക് പകരം 4 ഇടുവാണ്. ഓക്കെ, 4 ടേം എങ്ങനെയാ? 4 മൈനസ് 3/4 ബൈ 3/4. ഓക്കെ, ഇവിടെ അടിയിലേക്ക് 1 ഇട്ട് കൊടുക്കാം. ഇൻറ്റു 4 ഇൻറ്റു 4. അപ്പോൾ നമുക്ക് എത്ര ഇട്ടുകൂടാ? 4 4 സാർ 16/4 മൈനസ് 3/4 ബൈ 3/4. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 13/4 ബൈ 3/4. ഓക്കെ, ഇനി ഈ 4 ഇങ്ങനെ തന്നെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 13/3 എന്ന് കിട്ടും. പക്ഷെ നമുക്ക് 13/3 ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? നോട്ട് എ ടേം എന്ന് എഴുതാം. സെറ്റ് അല്ലേ? അപ്പോൾ ഒരു വലിയ ക്വസ്റ്റൻ ആയിരുന്നു. നമ്മൾ കുറേയൊക്കെ ചെയ്തു അല്ലേ? പക്ഷെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫാസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത പാർട്ടിൽ കാണാം. താങ്ക് യു.